നമ്മുടെ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണോ? ഉറപ്പുള്ളവരൊന്ന് കൈവക്കെ. കുറച്ച് ഓക്കെ. നമ്മുടെ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ് എന്ന് ആദ്യം വിശ്വസിക്കേണ്ടത് ആരാ? നമ്മൾ തന്നെയാണ്. പുറത്തൊരാൾ നമ്മുടെ ഹോസ്പിറ്റൽ നല്ലതാണ്, വളരെ ക്വാളിറ്റിയുള്ള സർവീസസ് ആണ്, പേഷ്യൻസിൻ്റെയും സ്റ്റാഫിൻ്റെയും സേഫ്റ്റിയിൽ വളരെയധികം കൃത്യത പുലർത്തുന്ന ഹോസ്പിറ്റലാണ് പുറത്തുള്ളവർ വിശ്വസിക്കണമെങ്കിൽ അത് ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മളാണ്. അവിടെയാണ് നമ്മൾ ഈ AAC 10B പേഷ്യൻ്റ് കെയർ ഈസ് കോർഡിനേറ്റഡ് ഇൻ ഓൾ കെയർ സെറ്റിംഗ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനം വളരെ നല്ലൊരു സ്ഥാപനമാണെങ്കിൽ നമ്മളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കൃത്യമായ കോർഡിനേഷൻ ഉണ്ടാവണം. ഒരു എമർജൻസി സാഹചര്യത്തിൽ ഒരു ബ്ലഡ് സാമ്പിൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, അത് എമർജൻസി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ പേഷ്യൻ്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ വേരിഫൈ ചെയ്താണ്, കൺഫേം ചെയ്യാനാണ് ഇത് അയച്ചതെന്ന ബോധത്തിൽ ആ പേഷ്യൻറ്റിൻ്റെ ടെസ്റ്റിന് ഒരു എമർജൻസി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഷോർട്ട് ടൈമിൽ ചെയ്ത് അയക്കാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ കരുതലുണ്ടാവണം. ICUയിൽ നിന്നൊരു പേഷ്യൻ്റ്, IP വന്ന ഒരു പേഷ്യൻ്റ്, OPD ഒരു പേഷ്യൻ്റ്, സോ ഒരു ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ നമുക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ OPയിൽ രാവിലെ വന്ന പേഷ്യൻ്റ് ആയിരിക്കും, അവിടുന്ന് IP ട്രാൻസ്ഫർ ചെയ്തു, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ICU ആണോ നോർമൽ വാർഡാണോ എന്ന് ആർക്കും വ്യക്തതയില്ല. പക്ഷേ OPയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യപ്പെടണം. ഈ പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയറിലേക്കാണ് മാറ്റേണ്ടത്. OPയിൽ വാക്കിനായിട്ട് വന്നതാണ്, സമ്മതിച്ചു. പക്ഷേ ഡോക്ടറുടെ ഇൻവെസ്റ്റിഗേഷൻസിൽ, ഫിസിക്കൽ എക്സാമിനേഷൻസിൽ ഇറ്റ്സ് എ സിവിയർ കേസ്. സോ ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് ഇൻഫോം ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൺസേൺഡ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ നേഴ്സ് വീണ്ടും വിളിച്ച് അന്വേഷിക്കേണ്ടി വരരുത് എന്താണ് സാഹചര്യമെന്ന്. അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നോർമൽ ബെഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു, അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അല്ല ഇത് ICUയിലേക്കുള്ളതാണ് എന്ന്. അപ്പോൾ നമ്മുടെ സ്ഥാപനം നല്ലതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പരസ്പരം ഇൻഫർമേഷൻസ് കൃത്യമായി പാസ് ചെയ്തുകൊണ്ട് ഒരു ഇൻറ്റേർണൽ കെയർ കോർഡിനേഷൻ ഉണ്ടാവണം. AAC 10B says that patient care is coordinated in all care settings within the organization. നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് അനാഥമായി നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റും ട്രീറ്റ്മെൻറ്റിന് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവരുത്. അവരെവിടെയാണ്, എന്തിനാണ് എന്ന് കൃത്യമായും കെയർ ഗീവേഴ്സിന് അറിയാൻ കഴിയണം. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, നമ്മുടെ ഹോസ്പിറ്റൽ വളരെ നല്ല ഹോസ്പിറ്റലാണെന്ന്. AAC 10B.